ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു സിമ്പിളായിട്ടൊരു ക്ലാസ് എ ബി ആംപ്ലിഫയർ ഉണ്ടാക്കണം. അതിനൊരു 100 വാട്ട്സ്, ഒരു ചാനലിന് 100 വാട്ട്സ് വേണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ സിമ്പിളായിട്ടൊരു 100 വാട്ട് പ്ലസ് 100 വാട്ട് ആംപ്ലിഫയർ, സ്റ്റീരിയോ ലെഫ്റ്റ് റൈറ്റിന് 100 പ്ലസ് 100 ടോട്ടലി 200 വാട്ട് വരെയുള്ളൊരു RMS പവറിൽ നമുക്കൊരു ആംപ്ലിഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡാണ് SD ഓഡിയോ ടെക്കിൻ്റെ ഈ ഒരു കുഞ്ഞ് ക്ലാസ് എ ബി ആംപ്ലിഫയർ. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ട്രാൻസിസ്റ്റർ തോഷീബയുടെ 5198ഉം A1941 ആണ്. അപ്പോൾ ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ്, മൊത്തം 4 ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്. കണ്ടില്ല, ഇത്രയും വളരെ കുറച്ച് കമ്പോണൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് ശരിയാക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു കുഞ്ഞ് ക്ലാസ് എ ബി ആംപ്ലിഫയറിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡിനകത്ത് നമ്മൾ കൊടുക്കേണ്ട പവർ സപ്ലൈ, ഇവിടെയാണ് നമ്മൾ പവർ സപ്ലൈ കൊടുക്കാനായിട്ടുള്ളത്. അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട വോൾട്ട് എന്ന് പറയുമ്പോൾ AC 27027, ഇനി DC-ലോട്ട് വരുമ്പോൾ 35035, +4 -35035 ആണ് നമ്മളിവിടെ കൊടുക്കാനായിട്ടുള്ളത്. അതിവിടെയാണ് കൊടുക്കാനുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓഡിയോ സിഗ്നൽ കൊടുക്കാനുള്ളത് ലെഫ്റ്റിനും റൈറ്റിനും ഓരോ ഓഡിയോ സിഗ്നൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കണക്ഷൻസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇനി അടുത്തതിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ട് ലെഫ്റ്റിനും റൈറ്റിനും വരുന്നത്. ഈ 2 പോയിന്റിലാണ്. അത് കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് നമ്മൾ സെപ്പറേറ്റ് ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. കാര്യം ഗ്രൗണ്ടിങ്ങിന് വേണ്ടി ഒരു പോയിൻ്റ് ഒരു കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു ഗ്രൗണ്ട് പോയിൻ്റ് എടുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്കൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബോർഡാണ്. പിന്നെ വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാത്ത ഒരു സർക്യൂട്ടിൽ, ഒരു ബേസിക് സർക്യൂട്ടിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ പറ്റിയാൽ നമുക്കിത് ശരിയാക്കാനായിട്ട് പറ്റും. കൂടാതെ ഇതിനകത്ത് ഇൻക്ലൂഡായിട്ട്, അതായത് ഇതിനകത്ത് ഹീറ്റ് സിങ്ക് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു ബോർഡ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ കൂടെ ഇതിന് പറ്റിയ ഹീറ്റ് സിങ്കും കൂടെ വാങ്ങേണ്ടതാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു ബോർഡ് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത് ലൈഫ് ലോങ് ഇലക്ട്രോണിക്സ് ബാലരാമപുരമാണ്. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് നിങ്ങളിത് വാങ്ങുമ്പോൾ ഇതിൻ്റെ ഹീറ്റ് സിങ്കും കൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരതും കൂടെ കൊറിയർ ചെയ്ത് അയച്ചു തരും. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇത് കൊറിയറായിട്ടും അയച്ചു തരും. കൂടെ തന്നെ ഇതിൻ്റെ ഒരു PCBയുടെ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല PCB ആണ്. ഗ്ലാസ് എപ്പോക്സി PCBയിലാണ് അവരിത് ചെയ്തിട്ടുള്ളത്. നല്ല സോൾഡറിങ് മാസ്കും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കുറഞ്ഞ പ്രൈസിൽ തന്നെ വാങ്ങാം. ഇതിൻ്റെ വിലയും ബാക്കിയുള്ള കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ലൈഫ് ലോങ്ങിനെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. കാര്യം ഈ ഒരു ബോർഡ് കേരളത്തിൻ്റെ പല സ്ഥലത്തും വിൽക്കുന്നുണ്ട്. അപ്പോൾ പല സ്ഥലത്തും ഓരോ സ്ഥലത്തും 50 60 രൂപ വരെ വ്യത്യാസമൊക്കെ ചിലയിടത്ത് കാണും. അപ്പോൾ ഓരോ കടക്കാർ ഓരോ വിലയിലാണ് വിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ടൊരു വില പറയാത്തത്. കാര്യം ഞാനൊരു വില പറഞ്ഞ് ഒരു കടയുടെ വില പറയുമ്പോൾ ഇവർ തമ്മിൽ ഒരു സംസാരമാകും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വില നിലവിൽ പറയാത്തത് വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൻ്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ബോർഡിൻ്റെ വില എത്രയാണെന്ന് ചോദിക്കുക. അപ്പോൾ ഇത്രയും തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡ് ഇതിനകത്ത് പ്രൊട്ടക്ഷൻസ് ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഇതിൻ്റെ ഡ്രൈവർ ട്രാൻസിസ്റ്ററോ അല്ലെങ്കിൽ മെയിൻ ട്രാൻസിസ്റ്റർ എന്തെങ്കിലും ഷോർട്ട് ആവുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പീക്കർ കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സ്റ്റീരിയോ സ്പീക്കർ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നെയാണ്. ഇതിൽ കൂടുതലായിട്ട് ഒരു കാര്യങ്ങളും പറയാനില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. കൂടാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.